ഹായ് ഹലോ ജമന്തി പൂക്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെടികൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, അഗ്ലോനിമയുടെ വീഡിയോ ആണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചു അഗ്ലോനിമ എങ്ങനെയാണ് കൂടുതൽ തൈകൾ ഉണ്ടാക്കുകയെന്ന്. നമ്മൾ നല്ലൊരു പോട്ടി മിക്സും നല്ലൊരു കെയറിങ്ങും ആണെങ്കിൽ തൈകൾ വരും. അല്ലാതെ നമുക്ക് തൈകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു ചെടി നന്നായിട്ട് വളർന്ന് കുറച്ച് കാലം കഴിഞ്ഞാൽ അത് മൂത്ത് പോവും. അതിൻ്റെ തണ്ടുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കട്ടിയായിട്ട് വരും. അപ്പം പിന്നെ ആ ചെടി കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ചെടിയിൽ നിന്ന് ആ ഒരു പോർഷൻ കട്ട് ചെയ്യുക. എന്നിട്ട് അത് 2-3 പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഏകദേശം 4-5 ചെടി ഒരൊറ്റ ചെടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പുതിയ പുതിയ ചെടികൾ എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. പിന്നെ നമുക്ക് പോട്ടി മിക്സ് നല്ലതാണെങ്കിലും നല്ല കെയറിങ് ആണെങ്കിലും ആണ് പുതിയ പുതിയ ഷൂട്ട്സ് വേഗം വരിക. ഇപ്പോൾ ഞാൻ അതിൻ്റെ പോട്ടി മിക്സ് പറഞ്ഞുതരാം. മണലുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മണൽ അഗ്ലോനിമയുടെ പോട്ടി മിക്സിലിടുന്നത് വളരെ ഫലപ്രദമാണ് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ചരൽ കൂടിയ മണ്ണാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉമ്മി ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വേരുകൾ പെട്ടെന്ന് വളരുകയും എയർ സർക്കുലേഷൻ കൂടുക. അതുകൊണ്ട് ഡ്രൈനേജ് ഫുള്ള് ക്ലിയർ ആയിട്ട് നിൽക്കുകയും ചെടികളിൽ പെട്ടെന്ന് ഷൂട്ട്സ് വരാൻ നല്ലൊരു കാര്യമാണ് ഉമ്മി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. 7 പാക്കറ്റിന് മിനിമം CCയിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ഉമ്മി വേണമെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ ചെടികളുടെ വളർച്ചയ്ക്കുള്ള ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പോട്ടി മിക്സിൽ ആഡ് ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഓർഗാനിക് എന്തെങ്കിലും ഒരു വളം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വളരെ ഫലപ്രദമാണ്. പെട്ടെന്ന് ഷൂട്ട്സ് വരും. അപ്പോൾ ഷൂട്ട്സ് വരാൻ വേണ്ടി നമുക്ക് ഈ 2 മെത്തേഡാണ് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ 2-3 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. കൃത്യമായി എല്ലാ മാസവും ചെയ്യുന്ന വളങ്ങളും കൂടുതൽ ഷൂട്ട്സ് വരാൻ കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് പുറത്തുനിന്ന് വളം വാങ്ങിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ NPK എല്ലാ മാസവും ഒരു വട്ടം കുറച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ വളർച്ചയ്ക്ക് നല്ലതാണ് മിറാക്കിൾ ഗ്രോയും എപ്സം സോൾട്ടും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എപ്സം സോൾട്ടാണ് ഇലകളുടെ പച്ചയ്ക്കും നല്ല തളിർപ്പിനും നല്ല ഷൈനിങ് ലീഫിനും കൊടുക്കേണ്ടത്. അത് 2 പ്രോഡക്റ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. NPKയും ഫലപ്രദമാണ്. മാസത്തിൽ ഒരു തവണ സ്ഥിരമായിട്ട് 18-18-18 ഇലച്ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ അഗ്ലോനിമ വരും. പിന്നെ സൂര്യപ്രകാശം ഒരു ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് വെക്കുകയും 1-2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിക്കുകയും ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ ഷൂട്ട്സ് വേഗം വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ചീഞ്ഞ മണ്ണായി നിൽക്കുമ്പോൾ ഒരിക്കലും ഷൂട്ട്സ് പുതിയതായിട്ട് വരില്ല. ചെടിക്ക് കുറച്ച് സ്ട്രെസ്സ് കൊടുത്ത് 2-3 ദിവസം കൂടുമ്പോൾ നനവില്ലാത്തപ്പോൾ വെള്ളം കൊടുക്കുമ്പോഴാണ് പുതിയ പുതിയ ഷൂട്ട്സ് വേഗം തന്നെ വരുന്നത്. അതുകൂടാതെ ഫംഗസിൻ്റെ അറ്റാക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഷൂട്ട്സ് വരത്തില്ല. അപ്പോൾ ഫംഗസിൻ്റെ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ എല്ലാ മാസവും 1-2 പ്രാവശ്യം സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാം. മുഴുവനായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സാഫ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ അഗ്ലോനിമ ചെടിയുടെ ഇലകളുടെ ഭംഗിയാണ് എപ്പോഴും കൂടുതൽ ഭംഗിയായിരിക്കുന്നത്. അപ്പോൾ കീടങ്ങളുടെ ആക്രമണം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു പഞ്ഞി പോലത്തെ ഒരു പ്രാണിയില്ലേ, അതാണെങ്കിൽ നമ്മൾ മാജിക് തന്നെ അപ്ലൈ ചെയ്താലേ അത് മുഴുവനായിട്ട് പോവുള്ളൂ. ആ സ്ഥലത്ത് മീലി ബഗ്സ്, ആഫിഡ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നീം ഓയിൽ വളരെ ഫലപ്രദമാണ്. നീം ഓയിലിനേക്കാൾ ഒരു പടി മുന്നിലാണ് ബിഗ് ബോസ്. അതും കൃത്യമായിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ചെടി ഫുൾ ടൈം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. കാരണം ഇലകളുടെ ഭംഗിക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. കൂടാതെ വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നല്ലൊരു പോട്ടി മിക്സ്. ഉമ്മി വളരെ ഫലപ്രദമാണ് കേട്ടോ. ഉമ്മി ഇട്ട പോട്ടി മിക്സ് ഞാൻ ചെയ്ത തരികയാണ്. എൻ്റെ ചെടികൾ 100% പെർഫെക്റ്റ് ആയി വന്നത്. ഞാൻ ആദ്യകാലങ്ങളിൽ അടീനിയത്തിന് വേണ്ടിയായിരുന്നു അത് ട്രൈ ചെയ്തിരുന്നത്. അപ്പോൾ അടീനിയത്തിൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോലെങ്കിൽ കോഡക്സ് ചീഞ്ഞു പോലോ. അതേ പോട്ടി മിക്സ് ഞാൻ പിന്നെ വെറുതെ അഗ്ലോനിമയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കിയവരെയാണ് ഈ ഒരു ഷൂട്ട്സ് കുറേ വരുന്ന ഈ മാറ്റം കണ്ടത്. അപ്പോൾ എനിക്കത് വളരെ ഫലപ്രദമായിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്രദമായ സബ്സ്ക്രൈബ് ചെയ്യല്ലോ. താങ്ക് യു. ബൈ ബൈ.